ഹായ്, ഇറ്റ്സ് മീ ജസീന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടോപ്പിക്ക് സ്പെഷ്യലാണ്. കാരണം സ്ത്രീ എന്നൊരു വിഷയം, അല്ലെങ്കിൽ സ്ത്രീക്ക് സമൂഹത്തിലായാലും അതുപോലെ തന്നെ നമുക്ക് ഫാമിലിയിലായാലും വലിയൊരു പങ്കുണ്ടല്ലേ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരു മസിൽ പവറിൻ്റെ ഒക്കെ കാലഘട്ടം മാറി, ഇപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമയത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം നമ്മൾ മുന്നേയൊക്കെ നമുക്കറിയാം, സ്ത്രീക്ക് മറക്കാനൊക്കെ ഉള്ള ഒരു അവകാശമൊന്നുമില്ലായിരുന്നു. അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചാൽ ചിതയിൽ ചാടി മരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഇന്നിപ്പോൾ അതൊക്കെ നിർത്തലാക്കി എന്നുള്ളതാണ്. സ്ത്രീക്കൊരു വേതനം വേണം, സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിലൊക്കെ അല്ലേ സമൂഹം മാറി എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിലായാലും ഒരു സാന്ത്വനമാണ്, ഭർത്താവിനില്ലേ ഒക്കെ ഒരു അല്ലേ ഒരു ദേഷ്യത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് മാത്രമേ ഒരു പുഞ്ചിരിയോട് കൂടാതെ എന്താണ് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത്രയും വലിയൊരു കഴിവുണ്ട് സ്ത്രീകളിൽ നിന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഏതൊരു സ്ഥാപനത്തിലാണ്, ഇപ്പോൾ ഒരു ബാങ്കിലൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്നതിൽ 90% സ്ത്രീകളാണ്. എന്തുകൊണ്ടെന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം സ്ത്രീക്കുള്ള അത്ര ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ കറക്റ്റ് പ്ലാനിങ്, ഏതൊരു കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കുന്നത് വരെ നിൽക്കുമെന്നുള്ളതാണ്. അതിനുള്ള സഹനശക്തി സ്ത്രീക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെ അത് എല്ലാവരും അംഗീകരിച്ച് തരില്ല. ചിലരൊക്കെ ഇപ്പോഴും അല്ലെ പഴയ ചിന്താഗതിയായിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. നിങ്ങളൊരു സ്ത്രീ, ഞാനിപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഈ ഒരു ഡിജിറ്റൽ എനിക്ക് പ്ലാറ്റ്ഫോം എനിക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരുപാട് ജോലിക്ക് വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ കുട്ടികളെ നോക്കാനും എല്ലാം ഒരേ സമയം നമുക്ക് ഒരുപാട് റോളുകൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹസ്ബൻഡിൽ വലിയൊരു സപ്പോർട്ടായി, ഫാമിലിക്ക് വലിയൊരു താങ്ങായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അല്ലേ പോകുന്ന ആ ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും സ്ത്രീ ഒരു സാന്ത്വനമാണ്, സ്നേഹമാണ്, സ്ത്രീ ഒരു നമ്മൾ പറയും തിളങ്ങുന്ന ജ്വല്ലറിയാണെന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും അഭിമാനിക്കുക. ഒരാളും നമ്മളെ താഴ്ത്തി കാണേണ്ട ആവശ്യമില്ല. അത്രത്തോളം റോളുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണിയാൽ തീരാത്ത അത്ര ഉണ്ടോ. ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ഇച്ചിരി സമയം കൊണ്ടൊന്നും എനിക്ക് പറഞ്ഞു തീരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ പല അഭിപ്രായങ്ങളുണ്ടാവുമല്ലേ സ്ത്രീ എന്ന വിഷയത്തെക്കുറിച്ച്. സ്ത്രീ എങ്ങനെയാവണം, സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചിലവരും ഇപ്പോഴും ഇല്ലേ സ്ത്രീ ഇത്ര ഒരു പുരോഗമനമൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരോ പല രീതിയിലുള്ള ആളുകളും ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സ്ത്രീകളുടെ റോൾ എന്താണെന്ന് അറിയുന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ എവറിത്തിങ്.